പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനു തന്റെ സൂത്രങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് തനിക്ക് കാറ് ഓടിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സൂരജിനെ. ഇതോടെ സൂരജ് ആകെ പകച്ചു പോകുന്നു. മീനു വളരെ ശ്രദ്ധിച്ചു വേണം കാർ ഓടിക്കാൻ, എന്തെങ്കിലും പറ്റിയാൽ എന്തു ചെയ്യും മുതലായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സൂരജ് ഇതേ തുടർന്ന് പതിയെ കാർ ഓടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ മീനു ആകട്ടെ, അയ്യോ, കാർ എന്റെ കയ്യിൽ നിന്ന് പോവുകയാണല്ലോ, എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, സ്പീഡ് തന്നെ കൂടുകയാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് സൂരജാകെ പകച്ചു പോകുന്നു. മീനു, വണ്ടി ഒതുക്കാൻ നോക്ക്, നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം ചെയ്യാം, വെറുതെ ഇങ്ങനെ സ്പീഡ് കൂട്ടി എന്നെ ഭയപ്പെടുത്തരുത്. ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് മീനു. മീനുവിന്റെ മുന്നിൽ ആകെ പകച്ചു പോകുന്ന സൂരജ് ആകട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല. മാത്രവുമല്ല, ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവും മുമ്പിൽ ബാക്കിയായി അവശേഷിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഒടുവിൽ സത്യം പറയാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് മീനു. എനിക്ക് കറക്റ്റായി വണ്ടി ഓടിക്കാൻ അറിയാം, ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, വെറുതെ ആവശ്യമില്ലാതെ ഭയപ്പെടേണ്ട സൂരജ്. ഞാൻ നന്നായി കാർ ഓടിക്കും, എനിക്ക് ലൈസൻസും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കാണിച്ചതെല്ലാം എൻ്റെ ഒരു അഭ്യാസമായിരുന്നു, നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ, അല്ലാതെ മറ്റൊന്നുമല്ല. ശരിക്കും പേടിച്ചു പോയി അല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് അവൾ. ഇതോടെ സൂരജിന് ഇത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. മിനു, നീ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ ഒരു നിമിഷത്തേക്ക് ആകെ ഭയന്നുപോയി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഇത് ഇത്തിരി കടന്നുപോയി മീനു, ഇതിന് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതോടെ സൂരജ്, നമ്മളിപ്പോൾ കൃത്യസമയത്ത് തന്നെ എത്തിയിരിക്കുകയാണ് സ്ഥലത്ത്. അതൊന്ന് നോക്കൂ, കുറച്ചൊക്കെ സ്പീഡിൽ പോകണം, എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സ്ലോവിലൊക്കെ പോയിട്ട് എന്ത് ഉപകാരമാണ്? കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇപ്പോഴെങ്കിലും ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. ഇവളോട് എന്ത് പറയാനാണ്, പറഞ്ഞിട്ട് എന്ത് ഉപകാരമാണ് ഉണ്ടാകുന്നത് മുതലായ ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്ന് വിചാരിക്കുകയാണ് സൂരജ്. ഇതിനിടയിലാണ് മീനുവിനെ തോൽപ്പിക്കാതെ ഇനി തനിക്ക് ഒരു വിശ്രമമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ശിവരഞ്ജിനി വരുന്നത്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വിട്ടുകളയാൻ തയ്യാറല്ല. എനിക്ക് പൊരുതണം, അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകും. ആര് എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും ഞാനും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും, ഇതെന്റെ വാശിയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ശിവരഞ്ജിനി എന്ത് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ ചെയ്യും. അവളെ വിജയിക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല. നമ്മുടെ കമ്പനിയുടെ വിജയം നമ്മുടെ അഭിമാന പ്രശ്നം തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്ന അവർ ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു നിമിഷത്തേക്ക് ആകെ പകച്ചു പോവുകയാണ് ഇതേ തുടർന്ന് അവർ. മാത്രവുമല്ല, ഇതോടെ പുതിയ നീക്കങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്ന ശിവരഞ്ജിനി പദ്ധതികളിൽ പാളിച്ച വരാൻ പാടില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ആകെ പകച്ചു പോകുന്ന അവർ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മീനുവിന്. മീനുവിന്റെ തകർച്ച ഇതോടെ തുടങ്ങുകയും ചെയ്യുന്നു. ഈ കാര്യം കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ് ശിവരഞ്ജിനി.
പക്ഷേ ഇതിനിടയിലാണ് ശിവരഞ്ജിനിയാണ് ഈ ചതിക്ക് പിന്നിൽ എന്നുള്ള സത്യം മീനു തിരിച്ചറിയാൻ ഇടയാകുന്നത്. ഇതോടെ മീനു ശിവരഞ്ജിനിയെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. ശിവരഞ്ജിനിയുടെ മുഖത്ത് നോക്കി രണ്ട് പറയുക തന്നെ വേണം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മീനു വരുന്നത്. മീനുവിൻ്റെ ഈ കടന്നുവരവ് ശിവരഞ്ജിനിയെ ഞെട്ടിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.